ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ക്യാഷ് ബുക്ക്, പല ടൈപ്പ് ക്യാഷ് ബുക്ക് നോക്കിയാൽ എന്തൊക്കെയാണ് സിംഗിൾ കോളം, ഡബിൾ കോളം ആൻഡ് ട്രിപ്പിൾ കോളം. നാലാമത്തെ നമ്മൾ നോക്കാൻ പോകുന്നത് പെറ്റി ക്യാഷ് ബുക്കാണ്. പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേര് പോലെ തന്നെ പെറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് പെറ്റി എന്ന് പറഞ്ഞാൽ എന്താ, നിസ്സാരമായിട്ടുള്ള അല്ലെങ്കിൽ തുച്ഛമായിട്ടുള്ള അല്ലേ. അപ്പോൾ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് പെറ്റി എക്സ്പെൻസുകൾ കുറേ ഉണ്ടാവാം അല്ലേ. പെറ്റി എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ എക്സ്പെൻസുകൾ, പക്ഷേ അത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതായിരിക്കാം, റിക്കർ ചെയ്യുന്നതായിരിക്കാം, അതായത് വീണ്ടും വീണ്ടും വരുന്ന എക്സ്പെൻസുകളായിരിക്കാം. കുറേ എക്സ്പെൻസുകളുണ്ടാവും അതുപോലത്തെ. അപ്പോൾ ഒരു ദിവസം തന്നെ പല പെറ്റി എക്സ്പെൻസുകളുണ്ടാവും. അപ്പോൾ ഇത് മെയിൻ ക്യാഷ് ബുക്കിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാതെ, മീൻസ് എല്ലാ എക്സ്പെൻസുകളും കൂടി മെയിൻ ക്യാഷ് ബുക്കിൽ എഴുതാതെ പെറ്റി ക്യാഷ് ബുക്കിൽ എഴുതുകയാണെങ്കിൽ മെയിൻ ക്യാഷിയർ അല്ലെങ്കിൽ ക്യാഷ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്ക് റെക്കോർഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. മിസ്റ്റേക്കുകൾ പരമാവധി കുറച്ച് എല്ലാ കാര്യങ്ങളും വിട്ടുപോകാതെയൊക്കെ എഴുതാൻ പറ്റും. അപ്പോൾ പെറ്റി ക്യാഷ് ബുക്ക് സിസ്റ്റം ഫോളോ ചെയ്യുന്ന ബിസിനസ്സിൽ മെയിൻ ക്യാഷിയർ എന്ന് പറയുന്ന ഒരു സ്റ്റാഫ് ഉണ്ടാവും. മെയിൻ ക്യാഷിയറിൻ്റെ കീഴിൽ പെറ്റി ക്യാഷ് ബുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഒരു പെറ്റി ക്യാഷിയറും ഉണ്ടാവും. പെറ്റി ക്യാഷ് ബുക്കിൽ ഫോളോ ചെയ്യുന്ന സിസ്റ്റത്തിന് പറയുന്ന പേരാണ് ഇംപ്രസ്ഡ് സിസ്റ്റം. അപ്പോൾ ഈ പെറ്റി എക്സ്പെൻസുകൾ എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ടെലിഗ്രാം അല്ലെങ്കിൽ പോസ്റ്റേജ്, എഴുത്തുകളൊക്കെ അയക്കാനുണ്ടാവും ബിസിനസ്സുകളിൽ അല്ലേ. അപ്പോൾ അതിൻ്റെ ചിലവ് അതൊക്കെ റിക്കറിങ് ആണ്. ഒരു ദിവസം തന്നെ പല എഴുത്തുകൾ അയക്കാനുണ്ടാവും. പിന്നെ സ്റ്റേഷനറി ഐറ്റംസ് മേടിക്കാനുണ്ടാവും. അതൊക്കെ വീണ്ടും വീണ്ടും വരുന്ന പെൻ, പെൻസിൽ, ക്ലിപ്പ്, സ്റ്റേപ്ലർ, പിന്നെ അതൊക്കെ അല്ലേ. കൂടാതെ റിഫ്രഷ്മെൻറ്റ്, സ്റ്റാഫിന് ചായ അതൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പെൻസുകളൊക്കെ എല്ലാ ദിവസവും വരുന്നതാണ്, പക്ഷേ തുച്ഛമായിട്ടുള്ളൊരു എമൗണ്ടാണ്. അപ്പോൾ പെറ്റി ക്യാഷ് ബുക്കിൽ പറഞ്ഞു വന്നത് ഇംപ്രസ് സിസ്റ്റത്തിലാണ് ക്യാഷ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ, ഇംപ്രസ് സിസ്റ്റത്തിൽ മെയിൻ ക്യാഷിയർ ഈ പെറ്റി എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടി പെറ്റി ക്യാഷിയർക്ക് ഒരു ഫിക്സ്ഡ് എമൗണ്ട് കൊടുക്കും, ഒരു നിശ്ചിത തുക. സപ്പോസ് 250 രൂപയാണ്. അപ്പോൾ എല്ലാ പീരീഡും, അതായത് ഇന്ന പീരീഡിലേക്കായിരിക്കും ആ പൈസ കൊടുക്കുന്നത്. സപ്പോസ് ഒരു മാസം അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കാണ് 250 രൂപ കൊടുക്കുന്നത്. അപ്പോൾ എപ്പോഴും പെറ്റി ക്യാഷിയറുടെ കയ്യിൽ ഓരോ പീരീഡ്, അതായത് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം, എത്രയാണോ പീരീഡ് ഡിഫൈൻ ചെയ്തേക്കുന്നത്, ആ പീരീഡ് കഴിയുമ്പോൾ പെറ്റി ക്യാഷിയറുടെ കയ്യിൽ 250 രൂപ തന്നെ കാണണം, ആ ഫിക്സ്ഡ് എമൗണ്ട് കാണണം. ഇനി ചിലവായി പോയിട്ടുണ്ടെങ്കിൽ ആ ഫിക്സ്ഡ് തുകയിലോട്ട് എത്താൻ വേണ്ടി മെയിൻ ക്യാഷിയർ റീഇംബേഴ്സ് ചെയ്യും. ചിലവായ തുക പെറ്റി ക്യാഷിയർക്ക് തിരിച്ചു കൊടുക്കും. സപ്പോസ് 100 രൂപയാണ് പെറ്റി ഇംപ്രസ്ഡ് മണിയായിട്ട് കൊടുക്കുന്നത്, അതായത് ഫിക്സ്ഡ് എമൗണ്ട്. ആ ഫിക്സ്ഡ് എമൗണ്ടിന് പറയുന്ന പേരാണ് ഇംപ്രസ്ഡ് മണി. ഇംപ്രസ്ഡ് മണിയായിട്ട്, അതായത് ഫിക്സ്ഡ് എമൗണ്ടായിട്ട് കൊടുക്കുന്നത് 100 രൂപയാണ്. അപ്പോൾ ഒരാഴ്ചത്തേക്കാണ് 100 രൂപ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ 60 രൂപ ചിലവായി. ഓക്കെ, അപ്പോൾ ബാക്കി എത്രയുണ്ട്, 100 - 60, 40 രൂപയുണ്ട് പെറ്റി ക്യാഷിയറുടെ കയ്യിൽ. അപ്പോൾ മെയിൻ ക്യാഷിയർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വീണ്ടും 100 രൂപ കൊടുക്കില്ല. എന്താ കൊടുക്കുള്ളൂ, എത്രയാണോ കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ കഴിഞ്ഞ പീരീഡിൽ ചിലവായത് ആ എമൗണ്ട് കൊടുക്കും. അപ്പോൾ 60 രൂപയാണ് ചിലവായത്. അപ്പോൾ 60 രൂപ മെയിൻ ക്യാഷിയർ പെറ്റി ക്യാഷിയർ കൊടുക്കും. അപ്പോൾ വീണ്ടും പെറ്റി ക്യാഷിയറുടെ കയ്യിൽ എത്ര രൂപയായി, 100 രൂപയായി അല്ലേ. അപ്പോൾ എപ്പോഴും ഒരു ഫിക്സ്ഡ് എമൗണ്ട് പെറ്റി ക്യാഷിയറുടെ കയ്യിലിരിക്കും. ആ ഒരു പീരീഡിലേക്കായിരിക്കും അത് കൊടുക്കുന്നത്. ആ പീരീഡ് കഴിഞ്ഞാൽ മെയിൻ ക്യാഷിയർ ചിലവായ തുക തിരിച്ചു നൽകും. അതിനെ പറയുന്ന പേരാണ് ഇംപ്രസ്ഡ് സിസ്റ്റം ഓഫ് പെറ്റി ക്യാഷ്. ഇനി പെറ്റി ക്യാഷ് ബുക്ക് 2 വിധത്തിലുണ്ട്. സിമ്പിൾ പെറ്റി ക്യാഷ് ബുക്കും അനലറ്റിക്കൽ അല്ലെങ്കിൽ കോളംനാർ പെറ്റി ക്യാഷ് ബുക്ക്. 2 വിധത്തിലാണ് പെറ്റി ക്യാഷ് ബുക്ക്. സിമ്പിൾ പെറ്റി ക്യാഷ് ബുക്കും അനലറ്റിക്കൽ ഓർ കോളംനാർ പെറ്റി ക്യാഷ് ബുക്കും. സിമ്പിൾ പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സിമ്പിൾ ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ സിംഗിൾ കോളം ക്യാഷ് ബുക്കൊക്കെ ചെയ്ത പോലെ ഒറ്റ കോളമുള്ളൂ. അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്: ഡേറ്റ്, റെസീപ്റ്റ്, എന്തൊക്കെയാണോ റിസീവ് ചെയ്യുന്നത് അത്. ഇവിടെ റിസീവ് എത്രമാത്രമേ കിട്ടുള്ളൂ, ആ മെയിൻ ക്യാഷിയറുടെ നിന്ന് കിട്ടുന്ന എമൗണ്ട് മാത്രമാണ് അല്ലേ. ടു ക്യാഷ് 100 രൂപ, 100 ആണെങ്കിൽ 100, 1000 ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1000 അല്ലെങ്കിൽ 250. അപ്പോൾ റിസീപ്റ്റ് സൈഡിൽ എപ്പോഴും ഒറ്റ ട്രാൻസാക്ഷനേ വരുള്ളൂ, ഒരു പെർട്ടിക്കുലർ പീരീഡിൽ ഒരു ട്രാൻസാക്ഷനേ വരുള്ളൂ. ഇനി ഇത് ഡെബിറ്റ് സൈഡ്. ഇനി ഇപ്പുറത്തെ സൈഡ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് സൈഡാണ്. ക്രെഡിറ്റ് സൈഡിൽ എന്താ എഴുതുക, പേയ്മെൻറ്റ്സ് ആണ് എഴുതുക അല്ലേ. ഡേറ്റ് കോളം ഉണ്ട്, പേയ്മെൻറ്റ് കോളം ഉണ്ട്, വൗച്ചർ നമ്പർ ഉണ്ട്, എമൗണ്ട് എഴുതാനുള്ള ഒരു കോളം ഉണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസീപ്റ്റ്സ് എഴുതാനും, റൈറ്റ് സൈഡ് പേയ്മെൻറ്റ്സ് എഴുതാനും. ഇത്രയേ ഉള്ളൂ സിമ്പിൾ പെറ്റി ക്യാഷ് ബുക്കിൻ്റെ ഫോമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അനാലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്കാണ് പെറ്റി ക്യാഷ് സിസ്റ്റത്തിലെ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ടു റെക്കോർഡ് ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ പെറ്റി എക്സ്പെൻസസ് റെക്കോർഡ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ് അനാലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ കോളംനാർ ഫോം ഓഫ് പെറ്റി ക്യാഷ് ബുക്ക്. ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെബിറ്റ് സൈഡിൽ ഒറ്റ കോളം ഉണ്ടാവുള്ളൂ, ക്യാഷ് റിസീവ് ചെയ്യുമ്പോൾ എഴുതാൻ വേണ്ടിയുള്ള ഒരൊറ്റ കോളം. ക്രെഡിറ്റ് സൈഡിൽ എത്ര എക്സ്പെൻസ് ഉണ്ടോ അത്രയും കോളം ഉണ്ടാവും. കൂടാതെ ഒരു മിസലേനിയസ് എക്സ്പെൻസ് കോളം ഉണ്ടാവും. അതായത്
ഓരോ എക്സ്പെൻസിനും ഓരോ ഹെഡ് കൊടുക്കും. ഇപ്പോൾ പോസ്റ്റേജ് ആണെങ്കിൽ പോസ്റ്റേജ്, സ്റ്റേഷനറി ആണെങ്കിൽ സ്റ്റേഷനറി, ക്യാരേജ് ആണെങ്കിൽ ക്യാരേജ്, അങ്ങനെ ഓരോ കോളം കൊടുക്കും ഓരോ എക്സ്പെൻസിൻ്റെ കാര്യങ്ങൾ മാത്രം എഴുതാൻ. ഇപ്പോൾ സ്റ്റേഷനറിയുടെ കാര്യം എഴുതാൻ സ്റ്റേഷനറി എന്ന് പറഞ്ഞൊരു കോളം, പോസ്റ്റേജിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ പോസ്റ്റേജിൻ്റെ ചിലവായ കാര്യങ്ങൾ എഴുതാൻ പോസ്റ്റേജ് എന്ന് പറഞ്ഞ കോളം. അപ്പോൾ ഓരോ എക്സ്പെൻസിനും ഓരോ കോളം ഉണ്ട്. ഇനി ഓരോ കോളങ്ങളില്ലാത്ത എക്സ്പെൻസ് ആണെങ്കിൽ അത് എന്തിൽ കാണിക്കും? മിസ്സലേനിയസ് എന്ന് പറയുന്ന കോളത്തിൽ കാണിക്കും. കൂടാതെ അനാലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്കിൽ ഒരു ടോട്ടൽ കോളം ഉണ്ടാവും. എത്രയായി, എത്ര രൂപ ആ ദിവസം ആ ഒരു പെർട്ടിക്കുലർ ഡേയിൽ എത്ര ചിലവായി, കൂടാതെ ആ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ എത്രയായി എന്നറിയാനും ഒരു കോളം ഉണ്ടാവും. ഓക്കെ, ഇനി നിങ്ങൾ ബാക്കി റെക്കോർഡിംഗ് എല്ലാം നമ്മൾ ചെയ്ത പോലെ തന്നെ എന്താ പറയുക, ക്യാഷ് ബുക്കിലൊക്കെ റെക്കോർഡ് ചെയ്യുന്ന പോലെ തന്നെ കോളത്തിൻ്റെ എണ്ണത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇതാണ് അനാലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ കോളംനാർ പെറ്റി ക്യാഷ് ബുക്കിൻ്റെ ഫോമാറ്റ്. ആദ്യത്തെ കോളം ക്യാഷ് റിസീവ്ഡ്, രണ്ടാമത്തെ കോളം ഡേറ്റ് ഡെബിറ്റിനും ക്രെഡിറ്റ് സൈഡിനും ഒറ്റ ഡേറ്റ് കോളേ ഉള്ളൂ. രണ്ടിനും ക്രെഡിറ്റ് സൈഡിൽ എഴുതാനും ഡെബിറ്റ് സൈഡിൽ എഴുതാനും കോമൺ ഡേറ്റ് കോളമാണ്. മൂന്നാമത്തെ പർട്ടിക്കുലേഴ്സ്, നാലാമത്തെ വൗച്ചർ, അഞ്ചാമത്തെ ടോട്ടൽ പേയ്മെൻറ്റ്സ് കോളം. പിന്നെ ഓരോ എക്സ്പെൻസുകൾക്കും ഉള്ള കോളങ്ങളാണ്. പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാമിനൊരു കോളം, പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറിക്ക് ഒരു കോളം, ക്യാരേജിനൊരു കോളം, വേജസിനൊരു കോളം, ട്രാവലിംഗ് എക്സ്പെൻസിനൊരു കോളം, ഇനി വേറെ എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതിനൊരു കോളം. കൂടാതെ ഈ ഹെഡുകൾ അല്ലാതെ വേറെ എന്തെങ്കിലും ചിലവ് വന്നിട്ടുണ്ടെങ്കിൽ, ഇത്രയും ഹെഡുകളല്ലാതെ വേറെ എന്തെങ്കിലും ചിലവ് വന്നിട്ടുണ്ടെങ്കിൽ അത് എഴുതാൻ മിസ്സലേനിയസ് കോളം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫോമാറ്റ്. നമ്മൾക്ക് ഇത്തിരിയും കൂടി എന്താ പറയുക, ഒരു ഇല്ലസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഇത്തിരി കൂടി ക്ലാരിറ്റി കിട്ടും. ഇനി അനാലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്കിൽ എങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നത്? അതായത് മെയിൻ ക്യാഷ്യറുടെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടുമ്പോൾ ടു ക്യാഷ് എന്ന് പറഞ്ഞ് എഴുതുക, ഡേറ്റ് ഇടുക, ഡെബിറ്റ് സൈഡിൽ എമൗണ്ട് എഴുതുക. അതായത് ഇവിടെ ടു ക്യാഷ് എന്ന് പറഞ്ഞ് എഴുതുക, ഏത് ഡേറ്റിലാണോ കിട്ടിയ ആ ഡേറ്റ് എഴുതുക, ഇവിടെ എമൗണ്ട് എഴുതുക, അതായത് റിസീവ് ചെയ്ത്. ഇനി എക്സ്പെൻസുകളാണെങ്കിൽ പേയ്മെൻറ്റ് കൊടുക്കുന്ന സമയം, ഇപ്പോൾ സപ്പോസ് പോസ്റ്റേജിന് 25 രൂപ കൊടുത്തു, അങ്ങനെയാണെങ്കിൽ ഇവിടെ ബൈ പോസ്റ്റേജ് എന്ന് പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ എഴുതുക, ഇവിടെ അതിൻ്റെ ഡേറ്റ് ഇടുക, വൗച്ചർ നമ്പർ ഇടുക, പോസ്റ്റേജിൽ 25 രൂപ എന്ന് എഴുതുക, ടോട്ടൽ പേയ്മെൻറ്റ്സിൽ എന്ത് എഴുതുക, 25 ഇടുക. ഇവിടെ റെസിപ്റ്റിൻ്റെ എല്ലാം ടോട്ടൽ ചെയ്യേണ്ട, ഇവിടെ ഹെഡിങ് നോക്കുക ടോട്ടൽ പേയ്മെൻറ്റ്സ്. ആദ്യം നമ്മൾ റിസീവ് ചെയ്തത് ഇവിടെ മാത്രമേ എഴുതുള്ളൂ, ഇവിടെ പേയ്മെൻറ്റ്സിന് മാത്രം. ഇപ്പോൾ ഇവിടെ പോസ്റ്റേജ്, ബൈ പോസ്റ്റേജ്, വൗച്ചർ നമ്പർ എഴുതുക, പോസ്റ്റേജ് 25 രൂപ, അത് തന്നെ ഇവിടെയും എടുത്ത് എഴുതുക, ഡേറ്റ് എഴുതുക. ഓക്കെ, അതുപോലെ ഓരോ എക്സ്പെൻസുകളും താഴെയായിട്ട് ഓരോ ഡേറ്റിൽ എഴുതുക. ഇനി ഏറ്റവും അവസാനം എല്ലാ എക്സ്പെൻസുകളും കൂടി ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്തിട്ട് അപ്പുറത്ത് എത്ര റിസീവ് ചെയ്തു നോക്കുക, അതിൻ്റെ ബാലൻസ് എന്ത് കാണിക്കുക, ബൈ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് കാണിക്കുക. അടുത്ത പീരീഡിലേക്ക് ടു ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞ് കാണിക്കുക, ആ ക്യാരി ഡൗൺ ചെയ്ത്. ഇനി അടുത്ത പീരീഡിൽ മെയിൻ ക്യാഷ്യറുടെ നിന്ന് പെറ്റി ക്യാഷ്യർക്ക് എത്ര രൂപ കിട്ടുക, അതായത് 100 രൂപയാണെങ്കിൽ 100 രൂപ മുഴുവൻ കിട്ടുമില്ല, ചിലവായ തുക മാത്രമേ അടുത്ത പീരീഡിൽ കിട്ടുള്ളൂ. അപ്പോൾ ടു ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞ് നമ്മളുടെ കയ്യിൽ ആദ്യം തന്നതിൽ നിന്ന് എത്ര ബാലൻസ് ക്യാഷ് നമ്മുടെ കയ്യിൽ ഇരിക്കേണ്ടെന്ന് എഴുതുക. അത് കഴിഞ്ഞ് അടുത്ത പീരീഡിൽ വീണ്ടും ടു ക്യാഷ് എന്ന് പറഞ്ഞ് ബാക്കി ആ കഴിഞ്ഞ മാസം അല്ലെങ്കിൽ കഴിഞ്ഞ പീരീഡിൽ എത്ര ചിലവായി അത് എഴുതുക. ഓക്കെ, ഇതാണ് അനാലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്കിൻ്റെ ഫോമാറ്റ്. നമുക്കൊരു ഇല്ലസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഇത്തിരി കൂടി ക്ലാരിറ്റിയോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, പ്രിപ്പയർ ആൻ അനാലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്ക് അണ്ടർ ഇംപ്രസ് സിസ്റ്റം. കുറേ ട്രാൻസാക്ഷൻസ് തന്നിട്ടുണ്ട്. ജനുവരി 2011 1 തീയതി മുതൽ 31 തീയതി വരെയുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് കോളം അനാലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്കിൻ്റെ ഫോമാറ്റ് അണ്ടർ ഇംപ്രസ്ഡ് സിസ്റ്റം. അപ്പോൾ ആദ്യം ഇവിടെ ഓരോ കോളമുണ്ട്, എമൗണ്ട് റിസീവ്, ഡേറ്റ് പെർട്ടിക്കുലേഴ്സ്, വൗച്ചർ നമ്പർ, ടോട്ടൽ പേയ്മെൻറ്റ്, പിന്നെ എക്സ്പെൻസുകൾ, ഏറ്റവും അവസാനം മിസ്ലേനിയസ്. അപ്പോൾ ആദ്യത്തെ ട്രാൻസാക്ഷൻ എന്താ, ജനുവരി 1 ക്യാഷ് റിസീവ് ചെയ്തു, എത്ര രൂപ, 250 രൂപ അല്ലേ. അപ്പോൾ പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ ടു ക്യാഷ്, ജനുവരി 1 ഡേറ്റ് ഇടുക, എത്ര രൂപ കിട്ടുക, 250 രൂപ, അത് ഇവിടെ എഴുതുക. എമൗണ്ട് റിസീവ്ഡ് കോളത്തിൽ 250, അത് അവിടെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ അവിടേക്ക് ഇപ്പുറത്തെ സൈഡിൽ എഴുതരുത്, ഇവിടെ ടോട്ടൽ പേയ്മെൻ്റ് ആണ്, അപ്പോൾ ഇവിടെ എഴുതരുത്, ഇവിടെ മാത്രം എഴുതിയാൽ മതി. ടു ക്യാഷ് അക്കൗണ്ട് 250. ഇനി അടുത്ത ട്രാൻസാക്ഷൻ നടക്കുന്നത് ജനുവരി 4 പോസ്റ്റേജ് സ്റ്റാമ്പ്സ് പർച്ചേസ് ₹20. അപ്പോൾ ജനുവരി 4 ബൈ പോസ്റ്റേജ്, ബൈ എക്സ്പെൻസസ് ആണ്, എക്സ്പെൻസിൻ്റെ ഇവിടെ പോസ്റ്റേജ് അല്ലേ, ബൈ പോസ്റ്റേജ് സ്റ്റാമ്പ് എഴുതുക. വൗച്ചർ നമ്പർ ഇവിടെ നിങ്ങൾക്ക് ഇമാജിനറി ഒരു നമ്പർ തന്നേക്കാണ്, എന്തെങ്കിലും തന്നിട്ടുണ്ട്, ഇവിടെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ വൗച്ചർ നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അത് എഴുതണം. അപ്പോൾ ബൈ പോസ്റ്റേജ് സ്റ്റാമ്പ് എത്ര രൂപ, 20 രൂപ അല്ലേ. അപ്പോൾ ഇവിടെ പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാം എന്ന് പറഞ്ഞൊരു ഹെഡ് ഉണ്ട്, അവിടെ 20 രൂപ എഴുതുക. അത് തന്നെ ടോട്ടൽ പേയ്മെൻറ്റ്സ് എന്ന് പറയുന്ന കോളത്തിൽ എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ജനുവരി 4 തീയതി 20 രൂപ പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാമിന് ചിലവായി, അങ്ങനെ ടോട്ടൽ 20 രൂപ അന്ന് ചിലവായി. ഇനി ജനുവരി 6 ബാക്കിയെല്ലാ കോളം ബ്ലാങ്ക് ആയിട്ടിടണം, എന്ന് വെച്ചാൽ
പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാം മാത്രമേ ആ ചിലവ് വന്നിട്ടുള്ളൂ. ഇനി ജനുവരി 6 പർച്ചേസ് ഓഫ് സ്റ്റേഷനറി 15 രൂപ 50 പൈസ. അപ്പോൾ ജനുവരി 6 ഡേറ്റ് എഴുതി. ബൈ സ്റ്റേഷനറി അവിടെ വരിക പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി 15 രൂപ 50 പൈസ. അത് തന്നെ ടോട്ടൽ കോളത്തിലെടുത്ത് എഴുതി. ജനുവരി 9 പെയ്ഡ് ടാക്സി ഫെയർ ടു മാനേജർ 25 രൂപ 50 പൈസ. അപ്പോൾ ബൈ ടാക്സി ഫെയർ ടു മാനേജർ അതവിടെ വരിക ട്രാവലിംഗ് എക്സ്പെൻസ് 25 രൂപ 50 പൈസ. അത് ടോട്ടൽ കോളത്തിലും കൂടി എഴുതി. ഇനി ജനുവരി 12 സെൻഡ് ടെലിഗ്രാം ടു മദ്രാസ് 9 രൂപ. അപ്പോൾ ജനുവരി 12 ടെലിഗ്രാം ടു മദ്രാസ് പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാമിൽ 9 രൂപ കാണിച്ചു. അത് തന്നെ ടോട്ടൽ കോളത്തിലും കാണിച്ചു. ഇനി ജനുവരി 15 ഇങ്ക് ആൻഡ് ടൈപ്പിംഗ് പേപ്പർ പർച്ചേസ്ഡ്. ഇങ്ക് ആൻഡ് ടൈപ്പിംഗ് പേപ്പർ എവിടെയാണ് കാണിക്കുക? പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഐറ്റമാണല്ലേ. ഇങ്കും ടൈപ്പിംഗ് പേപ്പർ എന്ന് പറഞ്ഞാൽ 21 രൂപ. അപ്പോൾ ബൈ ഇങ്ക് ആൻഡ് ടൈപ്പിംഗ് പേപ്പർ 21 പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറിയിലും കാണിച്ചു, ടോട്ടൽ കോളത്തിലും കാണിച്ചു. ഇനി ജനുവരി 22 ക്യാരിയേജ് 12 രൂപ. അപ്പോൾ ജനുവരി 22 ക്യാരിയേജ് ഇവിടെ ക്യാരിയേജിൻ്റെ കോളത്തിൽ 12 കാണിച്ചു. ഇനി ജനുവരി 28 റിഫ്രഷ്മെൻറ്റ് ഫോർ വിസിറ്റേഴ്സ്. ഇവിടെ റിഫ്രഷ്മെൻറ്റ് എന്ന് പറയുന്നൊരു ഹെഡ് ഇല്ല അല്ലേ, നമ്മൾ കൊടുത്തിട്ടില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് റിഫ്രഷ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഹെഡ് കൊടുക്കാം. ഇനിയിപ്പോൾ ഹെഡ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, മിസ്ലേനിയസ് എന്ന് പറഞ്ഞാൽ കൊടുക്കാം. നിങ്ങൾക്ക് ഇവിടെ ഇതെല്ലാം കൊടുക്കണം എന്നില്ല കേട്ടോ. ഹെഡ് പോസ്റ്റേജും പ്രിൻറ്റിങ്ങും മാത്രം കൊടുത്തു കഴിഞ്ഞാൽ മൂന്നാമത് മിസ്ലേനിയസ് കൊടുത്തിട്ട് ക്യാരേജും ട്രാവലിംഗും ഒക്കെ അതിലോട്ട് ഇൻക്ലൂഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇവിടെ ഉള്ളത് നമ്മളിവിടെ റിഫ്രഷ്മെൻറ്റിന് ഒരു ഹെഡും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് നമ്മൾ മിസ്ലേനിയസിൽ കാണിച്ചു എത്ര 18 രൂപ. ഓക്കെ, അത് ടോട്ടൽ കോളത്തിലും 18 രൂപ എന്ന് പറഞ്ഞ് കാണിച്ചു. ഇനി ടൈപ്പിംഗ് പേപ്പർ എന്ന് പറഞ്ഞാൽ സ്റ്റേഷനറിയാണ്. അത് ബൈ ടൈപ്പിംഗ് പേപ്പർ എന്ന് പറഞ്ഞാൽ സ്റ്റേഷനറി പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറിയിലും കാണിച്ചു, ടോട്ടൽ കോളത്തിലും കാണിച്ചു. അപ്പോൾ നമ്മളെല്ലാ എക്സ്പെൻസുകളും അതായത് ഹെഡുകളിലൊക്കെ കാണിച്ചു. ഹെഡില്ലാത്ത നമ്മൾ മിസ്ലേനിയസിൽ കാണിച്ചു. ഓരോ കോളം ടോട്ടൽ ചെയ്തിടുക. മിസ്ലേനിയസ് 18 രൂപ, ട്രാവലിംഗ് എക്സ്പെൻസ് 25 രൂപ, ക്യാരിയേജ് 12 രൂപ, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി ടോട്ടൽ 49 രൂപ, പോസ്റ്റേജ് 29 രൂപ. ഇനി ടോട്ടൽ പേയ്മെൻറ്റ്സ് ടോട്ടൽ ചെയ്യുമ്പോൾ 135 രൂപ കിട്ടും. അങ്ങനെ 135 രൂപ ടോട്ടൽ. നമ്മൾക്ക് എത്രയാണ് മെയിൻ ക്യാഷ്യർ തന്നെ? 250 രൂപ അല്ലേ. 250 രൂപ തന്നു, 135 രൂപ ചിലവായി. അപ്പോൾ ബാക്കി എത്രയുണ്ട് ക്യാഷ് നമ്മുടെ കയ്യിൽ? 250 മൈനസ് 135. അതെങ്ങനെയാണ് കാണിക്കുക? ജനുവരി 31 ബൈ ബാലൻസ് ക്യാരിഡ് ഓൺ 115. അപ്പോൾ ജനുവരി 31 ട്രാൻസാക്ഷൻ തീർന്നു. ഇനി അടുത്ത പീരീഡ് എന്ന് പറഞ്ഞാൽ എന്നാൽ സ്റ്റാർട്ട് ചെയ്യുക? February 1 അല്ലേ. അപ്പോൾ ഇവിടെ February 1 ടു ബാലൻസ് ബ്രോഡ് ഡൗൺ ഇവിടെ ക്യാരി ഡൗൺ ചെയ്തു. ഇവിടെ ടു ബാലൻസ് ബ്രോഡ് ഡൗൺ എത്രയാണ്? 115 ബാലൻസ് ഉള്ളത്. അപ്പോൾ ടു ബാലൻസ് ബ്രോഡ് ഡൗൺ എത്രയാണ്? ഇവിടെയാണ് എഴുതേണ്ടത്. ബാലൻസ് ബ്രോഡ് ഡൗൺ 115 രൂപ. ഇനി ഇംപ്രസ് സിസ്റ്റത്തിലാണ് അല്ലേ. ഇംപ്രസ് സിസ്റ്റത്തിലാവുമ്പോൾ എപ്പോഴും 250 രൂപ വേണം പെറ്റി ക്യാഷ്യറിൻ്റെ കയ്യിൽ. അപ്പോൾ ഇപ്പോൾ 115 രൂപ ഉള്ളൂ. അപ്പം ബാക്കി കഴിഞ്ഞ പീരീഡിൽ ചിലവായത് എത്രയാണ്? 135. ആ 135 രൂപ മെയിൻ ക്യാഷ്യർ തന്നു കഴിഞ്ഞാൽ 250 ആവില്ലേ. അപ്പോൾ മെയിൻ ക്യാഷ്യർ നമ്മൾക്ക് 135 രൂപ വരും, അതായത് കഴിഞ്ഞ മാസം ചിലവായ തുക. അപ്പോൾ ടു ക്യാഷ് റിസീവ്ഡ് 135 February 1. അപ്പോൾ എത്രയായി? 115 + 135 250. അപ്പോൾ എപ്പോഴും പെറ്റി ക്യാഷ്യറുടെ കയ്യിൽ ഒരു പെർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോൾ ഫിക്സ്ഡ് എമൗണ്ട് ഉണ്ടാകും, 250 രൂപ. ഇതിനാണ് ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് നമ്മൾ പറയാം. ഓക്കെ, ഇനി ആ പെറ്റി ക്യാഷ് അക്കൗണ്ട്, അതായത് ആ പെറ്റി നമ്മൾ പെറ്റി ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. പെറ്റി ക്യാഷ് അക്കൗണ്ട് ഇത് സിമ്പിൾ ക്യാഷ് ബുക്ക് പോലെയാണ് കേട്ടോ. നമ്മളിപ്പോൾ ചെയ്തത് അനാലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്ക്, ഇത് സിമ്പിൾ പെറ്റി ക്യാഷ് ബുക്ക്. അപ്പോൾ അത് സിമ്പിൾ പെറ്റി ക്യാഷ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഡേറ്റ് പെർട്ടിക്കുലേഴ്സ് എമൗണ്ട് ലെഡ്ജർ ഫോളിയോ അല്ലെങ്കിൽ ഇവിടെ വൗച്ചർ നമ്പർ ഇടുക, ഇവിടെ റെസിപ്റ്റ് ഇടുക. അപ്പോൾ 2015 ജനുവരി 1 ക്യാഷ് കിട്ടി, ടു ക്യാഷ് 250. പിന്നെ ജനുവരി 31 ബൈ പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാം എത്രയാണ്? 29 രൂപ അല്ലേ ടോട്ടൽ. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം? 29 രൂപ എന്ന് പറഞ്ഞ് എഴുതാം. ബൈ പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി 49 രൂപ. ഇവിടെ 49 രൂപ നമ്മൾ നോക്കിയാൽ ടോട്ടൽ ഉണ്ട് അല്ലേ. ബൈ പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി 49 രൂപ. അങ്ങനെ ബൈ ക്യാരേജ് ഓരോ ഐറ്റത്തിൻ്റെയും ടോട്ടൽ ഇവിടെ എടുത്ത് എഴുതി. ബൈ ബാലൻസ് ക്യാരിഡ് ഓൺ 115 എഴുതി. ടോട്ടൽ ചെയ്യുക 250. ഇനി അടുത്ത പീരീഡിൽ ടു ബാലൻസ് ബ്രോഡ് ഡൗൺ 115 എന്ന് പറഞ്ഞ് എഴുതി. ഇനി February 1 എത്ര കിട്ടിയത്? കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ പീരീഡിൽ അതായത് ജനുവരിയിൽ ചിലവാക്കിയ എമൗണ്ട് ഇതിൻ്റെ ടോട്ടൽ അല്ല എത്രയാണ്? 135 രൂപ. അത് നമ്മൾക്ക് ആര് തരും? മെയിൻ ക്യാഷ്യർ തരുമ്പോൾ February 1 ടു ക്യാഷ് അക്കൗണ്ട് 135. അങ്ങനെ ടോട്ടൽ വീണ്ടും 250 രൂപ ആരുടെ കയ്യിൽ വന്നു? പെറ്റി ക്യാഷ്യറുടെ കയ്യിൽ വന്നു. ഓക്കെ, അപ്പോൾ ഇത് നോക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.